ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. എന്താണ് അവരുടെ ഒരു നൈറ്റ് ഫീലിങ്സ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇമോഷണൽ ലോസ്, ബേസ് ചക്ര, അവെയർനെസ്, പേഷ്യൻസ്, ഡെസ്റ്റിനി. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതായത് ഇതിനകത്ത് വലിയ രീതിയിലുള്ളൊരു നഷ്ടബോധം, വിഷമം, സങ്കടം ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സൺ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ അതൊരുപാട് മാനസികമായിട്ട് തളർത്തി വിഷമിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിലൂടെ കടന്നു പോയിട്ടുള്ളൊരു സ്റ്റേജൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത്രയും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും ഒരാൾ വളരെ കാര്യമായിട്ട് പെയിനും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അതുമാത്രമല്ല, ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മറ്റൊരു കാര്യവും നിങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം ഓഫേഴ്സും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത, ഒന്നിനോട് ഒരു താല്പര്യമോ ഇൻട്രസ്റ്റോ തോന്നാത്തൊരവസ്ഥ, ഇമോഷണൽ ബ്ലോക്കേജ്, ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഗ്രാജുവലി ആയിരിക്കാം അവർക്ക് ആ ഒരു മാറ്റം കടന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യമേ ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞത്. പതിയെ പതിയെ കാര്യങ്ങൾ റിയലൈസ് ചെയ്തു വരുന്ന ആ ഒരു എനർജിയായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നഷ്ടപ്പെട്ടത് എന്തോ അത് തിരിച്ച് കിട്ടണം എന്നുള്ള ആ ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ അത് ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു എനർജിയാണ് കയറി നിൽക്കുന്നത്, ആ ഒരു ന്യൂ ബിഗിനിങ് എനർജി. അത് നല്ലതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ തീവ്രമായിട്ട് കാണാം. അതൊരു പക്ഷേ നിങ്ങളായിരിക്കാം, പേഴ്സണായിരിക്കാം, ചിലപ്പോൾ രണ്ടുപേരും ആയിരിക്കാം. ഏത് സാഹചര്യത്തിലാണ് നഷ്ടം സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആര് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ ആ ഒരു ന്യൂ ബിഗിനിങ് കാര്യങ്ങളും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് ആയിക്കോട്ടെ, നിരാശയായിക്കോട്ടെ, അതിൽ നിന്നെല്ലാം പതിയെ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുള്ള ആ ഒരു എനർജിയാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് ഒരു ഫലമുണ്ടാകാനായിട്ട് പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു മാറ്റം കടന്നു വരാനായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു വെയിറ്റിംഗ് എനർജി നമുക്കിവിടെ കാണാം. ക്ഷമാപൂർവ്വം ഇതിനകത്തൊരു മാറ്റം ഉണ്ടാവാൻ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ എനർജിയും കൂടിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഫലം കാണാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്കിവിടെ മനസ്സിലാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ചിലവരെ സംബന്ധിച്ചിപ്പോൾ ചില വ്യക്തികളെങ്കിലും, നിങ്ങൾ ഇത് കേൾക്കുന്ന ചില വ്യക്തികളെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വന്നപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം, ഇതെൻ്റെ കർമ്മഫലമാണ്, അല്ലെങ്കിൽ ഇതെന്നെ തേടി എത്തിയതാണ്, ഒരു കാര്യമില്ലാതെ വന്നതല്ല. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്തോ അത് ഒരു കാലത്ത് ഞാൻ എൻ്റെ പേഴ്സണിന് തിരിച്ചു കൊടുത്തതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ തേടി എത്തിയ ആ ഒരു കർമ്മഫലമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഞാനത് അംഗീകരിക്കുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥയിലൂടെ കുറച്ച് പേരെങ്കിലും കടന്നു പോയിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു എനർജി നമുക്കിവിടെ കാണാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിനെ സമാധാനപ്പെടുത്താൻ, നമുക്കൊരു ഹീലിംഗ് ഉണ്ടാവാൻ ഒക്കെ നമ്മൾ പല വഴികളിലൂടെ, പല മാർഗ്ഗങ്ങളിലൂടെ പോകാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു സമാധാനം തരും. ഇപ്പോൾ ചില വ്യക്തികളൊക്കെ എപ്പോഴും വിഷമിക്കുന്നൊരു കാര്യമാണ്, അയ്യോ എൻ്റെ ലൈഫിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് എനിക്കിത് വന്നു, എനിക്കെപ്പോഴും ബുദ്ധിമുട്ടാണല്ലോ, അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു
മാറ്റം വന്ന് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഉയരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ചിന്തിക്കാനായിട്ട്. ഒരു കാര്യവുമില്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു മാറ്റം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ക്ഷമാപൂർവം കാത്തിരുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരുടെ ഒരു എനർജി എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമുക്കൊരു വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം സംഭവിച്ചു. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആലോചിച്ചിരുന്ന് കഷ്ടപ്പെട്ട് വിഷമിച്ച് വീണ്ടും 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 കുത്തി നോവിച്ച് സ്വയമേ ഹൃദയം കുത്തിക്കീറുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആ ഒരു വേദന തന്നെ അവർ ആലോചിച്ചുകൊണ്ട് പിന്നെയും വേദനിച്ചുകൊണ്ടിരിക്കും. അതേസമയം നമുക്ക് വന്നൊരു കാര്യം എന്താണോ, നമ്മൾ ഫേസ് ചെയ്തൊരു കാര്യം എന്താണോ, അതിനെ നമ്മൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് എനിക്കിത് വന്നെങ്കിൽ തന്നെ ഞാനിവിടെ ആ ഒരു സ്റ്റെപ്പിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല, എനിക്ക് ഇനിയും മുകളിലേക്ക് പോകണം എന്നുള്ള ആ ഒരു മനസാന്നിധ്യത്തോടു കൂടി നമ്മൾ പോകുമ്പോഴാണ് ആ ഒരു മാറ്റം നമുക്ക് വന്നിട്ടുള്ളത്. എന്തോ ആയിക്കോട്ടെ, നമ്മൾ അംഗീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് അവിടെ നമുക്ക് ആ ഒരു ചേഞ്ച് കടന്നു വരാനായിട്ട് തുടങ്ങുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ പിടിവാശി പിടിച്ചില്ല, ഞാനിവിടെ നിന്ന് കട്ടയ്ക്ക് മാറില്ല, എനിക്ക് എന്ത് വന്നാലും ഇത് മാറ്റാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു ആംഗിളിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ആ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും വന്ന് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കും, അവിടെ ഒരു ചേഞ്ച് സംഭവിക്കില്ല. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു സങ്കടമാണെന്നുണ്ടെങ്കിൽ അതിനൊരു സന്തോഷം തീർച്ചയായിട്ടും കടന്നു വരും. അത് നമ്മളുടെ ഒരു അക്സെപ്റ്റൻസും കൂടി പോലെ ഇരിക്കും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. കാര്യത്തോടുള്ള നമ്മളുടെ ഒരു സമീപനം, അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ചേഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മാറ്റം വന്ന് തുടങ്ങാൻ പോകുന്നവരുടെ എനർജിയാണ്. ഒരു പക്ഷേ അത്രയധികം നിങ്ങളൊരു സ്പിരിച്വൽ ലെവലിലേക്കൊക്കെ കടന്ന് ചിന്തിക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും, പതിയെ പതിയെ ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ മാറി തുടങ്ങുന്നു, എൻ്റെ മാനിഫെസ്റ്റേഷൻ വർക്കായി തുടങ്ങുന്നു എന്നൊക്കെയുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നോക്കാം, ഈ ഒരു വ്യക്തിയുടെ നൈറ്റ് ഫീലിങ്സ് എന്താണ് അവരുടെ മനസ്സിനകത്തുള്ളത്, ഈ ഒരു മാറ്റം അവിടെ കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. Ace of Swords, Strength, Six of Swords, King of Swords, Ace of Cups, Four of Swords, Five of Pentacles, Six of Wands, Four of Pentacles, Seven of Wands, Page of Pentacles, the Wheel of Fortune, the Chariot, Two of Swords, Ten of Cups. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇത് അവരുടെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ്, നൈറ്റ് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡെസ്റ്റിനി എനർജി അത് നമുക്ക് ഇവിടെയും സെയിം കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഒരു വീൽ എനർജി നമുക്കിവിടെയും കാണാം. മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഓവറോൾ തോട്ട് പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ക്ഷമയോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഒറ്റയടിക്ക് ഒരു എടുത്തുചാട്ടമോ അല്ലാന്നുണ്ടെങ്കിൽ വളരെ തീവ്രമായിട്ട് പെട്ടെന്നൊരു സ്പാർക്ക് തോന്നി അങ്ങനെ വരുന്ന ഒരു എനർജിയല്ല. ഈ ഒരു വ്യക്തി ഒരുപാട് നാളുകളായിട്ട് ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തീർന്നു കിട്ടാനായിട്ട് കാത്തിരുന്നിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ചില കാര്യങ്ങളൊന്ന് ശാന്തമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. കാരണം നമ്മൾ നേരത്തെ സ്പ്രെഡിനകത്താണെന്നുണ്ടെങ്കിലും ആ ഒരു പേഷ്യൻസ് എനർജിയൊക്കെ കണ്ടതാണ്. അതൊരു പക്ഷേ നിങ്ങളുടേത് മാത്രം ആവണമെന്നില്ല, ഈ ഒരു വ്യക്തിയുടേതും കൂടി ആയിരിക്കാം ആ ഒരു കാത്തിരിപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഒരു നഷ്ടം സംഭവിച്ചു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ പഴയൊരവസ്ഥ എന്തായിരുന്നോ അത് തകർന്നു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ
ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് അതെങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്തെടുക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അവർക്കതിന് കഴിയാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു സൈലൻസോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ തുടർന്ന് പോയത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫീലിങ്സിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു വളരെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ദൃഢനിശ്ചയമുള്ളൊരു മൈൻഡ് സെറ്റാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു ഏസ് ഓഫ് സോർട്സ് എനർജിയാണ്. കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഹോണസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ചിലവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ, അല്ലെങ്കിൽ എല്ലാം ഒന്ന് ശാന്തമായതിന് ശേഷം മുന്നിലേക്ക് വരാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഒരു ക്ലാരിറ്റി വേണമായിരുന്നു. അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പല തെറ്റിദ്ധാരണകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ആ ഒരു എനർജി നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഹെഡ് വേഴ്സസ് ഹാർട്ട് എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ്. അവർ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ വളരെ പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സഡനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആഹ്, ഒരു എന്താ പറയുക, ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ പേരിൽ എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു വ്യക്തി എന്ത് തീരുമാനമാണ് നിങ്ങളുടെ ഡിസിഷനിൽ എടുത്തിട്ടുള്ളതെങ്കിലും അത് വളരെ ആലോചിച്ച് സാവകാശം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടുള്ളൊരു എടുത്തിട്ടുള്ള ഒരു പേഴ്സൺ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം എന്നുള്ളൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് തരാനായിട്ടൊക്കെ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് കാണുന്നത്. ചില കാര്യങ്ങൾ തുറന്ന് പറയാൻ അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുന്ന ഒരു എനർജി. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ അവർക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചും കൂടി അവർക്ക് നല്ല വ്യക്തത വന്നിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അതുപോലെ കറൻലി ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വളരെ ഒറ്റപ്പെട്ട ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. അവർക്കൊരു ലോസ് ഫീലിംഗ് തോന്നുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ നമുക്ക് ചുറ്റും പലരും ഉണ്ടായിരുന്നിരിക്കാം. ഒരുപാട് ആൾക്കാരുണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ആരൊക്കെ ഉണ്ടായാലും ഒരു സ്പെസിഫിക് പേഴ്സൻ്റെ ഒരു കുറവ് നമ്മുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റണമെന്നില്ല. മനസ്സുകൊണ്ടൊരു സന്തോഷം കിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ്. വേറെ പലരും ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ തനിച്ചായതുപോലെ അല്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവാം. അപ്പോൾ ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാം. ഒരുപക്ഷേ ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം കറൻറ്റ്ലിയും ഈ ഒരു വ്യക്തി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറികടക്കാനായിട്ട് അവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പറഞ്ഞ പോലെ ഇവരുടെ ആ ഒരു ആക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു എനർജി ആയിക്കോട്ടെ, ഫീലിങ്സ് ആയിക്കോട്ടെ, എല്ലാം വളരെ ലൗഡാണ്. ഇവിടെ അവർക്ക് ഒരു ഹൈഡിങ് നേച്ചറോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. വളരെ തുറന്നൊരു സമീപനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളൊരു വ്യക്തിയാണ്. ഇവിടെ ആ ഒരു ഒളി മറ അങ്ങനെയുള്ള കാര്യങ്ങളോ അതൊന്നുമില്ല. എന്ത് പാസ്റ്റിൽ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും കറൻറ്റ്ലി വളരെയധികം ദൃഢനിശ്ചയത്തോടു കൂടി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അവർക്ക് ആരെയും ഒന്നിനെയും പേടിക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പേടിച്ചിരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമല്ല. ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വളരെ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്സ് ഉണ്ട്. ആരെയും അറിയിക്കാതെ രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇതിപ്പോൾ വളരെ പബ്ലിക്കായിട്ടല്ലാന്നുണ്ടെങ്കിൽ ഒരു ആഹ്, എന്താ പറയുക, അത്രയും ലൗഡായിട്ട് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയതിൻ്റെ ഒരു വിഷമം ഈ ഒരു പേഴ്സൺ നല്ലതുപോലെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെടുത്താൻ കഴിയില്ല, മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നൊരവസ്ഥ നമ്മൾ പറഞ്ഞതുപോലെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അത്രയും ആ ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെ തടസ്സമുണ്ട്, ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ സ്റ്റിൽ ഉണ്ടാവാം, പ്രതിബന്ധങ്ങളുണ്ടാവും. പക്ഷെ അതിനെ വകവെക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി. ഇപ്പോൾ ചിലവർ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷേ ഈ ഒരു പേഴ്സൺ അങ്ങനെ കാത്തിരുന്നതായിരിക്കാം. പക്ഷേ അങ്ങനെ കാത്തിരുന്നിടത്തോളം ആ ഒരു കാലഘട്ടത്തിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിനേക്കാളും പ്രധാനം എനിക്കിതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടൊക്കെ ആയിരിക്കാം അവരിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് എന്ത് എതിരെ വന്നു കഴിഞ്ഞാലും അവർ നേരിടാനായിട്ട് റെഡിയാണ് എന്നുള്ള ആ ഒരു എനർജിയാണ്. അത് തീർച്ചയായിട്ടും അവർ വളരെ പ്രാക്ടിക്കലായിട്ട് ആ ഒരു ഗ്രൗണ്ടഡ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഫാമിലി ആയിരിക്കാം ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിട്ട് എതിരെ നിന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ വിഷമിപ്പിക്കേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ പിണക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികളുണ്ടാവാം. ഫാമിലിക്ക് വേണ്ടി മാറി നിന്നിട്ടുള്ളതായിരിക്കാം. ഒരു സാക്രിഫൈസ് ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാനായിട്ട്
ആ ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനതൊക്കെ ഓവർകം ചെയ്യും. അല്ലെങ്കിൽ മതി എന്നുള്ള ആ ഒരു രീതിയിലുള്ള ആ ഒരു എന്താ പറയുക ധൈര്യം നമുക്കിവിടെ കാണാം എന്നുള്ളതാണ്. ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഇതാണ് ആപ്റ്റ് ടൈം, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റിക്കുള്ള സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു ലൈഫിൽ സന്തോഷങ്ങൾ വരാനായിട്ട് പോകുന്നൊരു സമയമാണ്. ഇതിനകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് ആ ഒരു മാറ്റം കടന്നു വരാനായിട്ട് പോയിരിക്കുന്നൊരു സമയമാണ് എന്നുള്ള ആ ഒരു എനർജി നമുക്ക് കാണാം. അതൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആയിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഈ സമയത്തിനെ വിലയിരുത്തുന്നത്. ഈ പറഞ്ഞ പോലെ ചിലർ ആ ഒരു നമ്മൾ ചില റീഡിങ്സിൽ വരാറുണ്ട് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈം എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മേ ബി അങ്ങനെയൊക്കെ ആ ഒരു മൈൻഡ് സെറ്റിലൊക്കെ ഇരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സമയം, മുന്നോട്ട് പോകാനുള്ള ആ ഒരു സമയം എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്കുണ്ട്. അല്ലെങ്കിൽ അതാണ് അവരുടെ മനസ്സ് പറയുന്നത്. അവരുടെ ആഗ്രഹങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. ലൈഫിൽ വേറെ റെസ്പോൺസിബിലിറ്റീസോ തടസ്സങ്ങളോ, ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമാവാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നായിരിക്കാം എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ദിസ് ഇസ് ദ റൈറ്റ് ടൈം എന്നുള്ളൊരു ഫീലിംഗ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാം എന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും അതെ, ഒരു 2 വഴികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ക്രോസ് റോഡിൽ എത്തി നിന്നപ്പോഴായിരിക്കും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ അങ്ങോട്ട് പോകണം, ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും അറിയാതെ നിന്നിട്ടുള്ള ഒരു രീതിയിൽ അവരുടെ ലൈഫ് പോയിരുന്നത്, അല്ലെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആയിരുന്നത്, വെയിറ്റ് ചെയ്തിരുന്നത് എന്ത് ചെയ്യണം എന്നറിയാതെ. അപ്പോൾ ഫൈനലി അവർ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ടാണ്. ആ ഒരു ഹോം ബേസ്ഡ് ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളോട് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ എനിക്കിത് മതി, എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ഞാനിത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളൊരു ദൃഢനിശ്ചയം നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. വളരെ പ്രാക്ടിക്കലായിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ ധൈര്യപൂർവ്വം നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇപ്പോൾ പല സ്പ്രെഡിലും നമുക്ക് കയറി വരുന്നൊരു കാര്യമാണ് ഒരു പേടി, ആങ്സൈറ്റി, ഫിയർ, അല്ലെങ്കിൽ അത് കാരണം, അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് കാരണമൊക്കെ പല കാര്യങ്ങൾക്കും ഡിലേ വരുത്തുക, ആശങ്കപ്പെട്ടിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് മാറിയിരിക്കുന്നു, അവർക്ക് അതിനുള്ള ഒരു മെച്യൂരിറ്റി കിട്ടിയിരിക്കുന്നു, ആ ഒരു ആംഗിളിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. വളരെ ഡിറ്റർമിൻഡ് ആണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു മാറ്റം വന്നിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതാണെന്ന് തോന്നുന്നു. ആ ഒരു മാറ്റം വന്നിട്ടുള്ള അവരുടെ ഒരു എനർജി ആണെന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു മാറ്റം ഈ ഒരു പേഴ്സണിൽ നമുക്ക് കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ ചിലരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ ആ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ടാവാം, കണ്ടു തുടങ്ങിയിട്ടുണ്ടാവാം. ആ ഒരു വ്യക്തിയുടെ ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയതാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ലോസ് സംഭവിച്ചതാണെന്നുണ്ടെങ്കിലും, ചിലരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാത്തിരിക്കാൻ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിലും അവരുടെ ഒരു തിരിച്ചുവരവ് അത് അനുഭവിച്ചിട്ടുള്ളവരും ചിലപ്പോൾ ഇതിനകത്ത് കാണും. അപ്പോൾ അങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 7, നമ്പർ 8, നമ്പർ 10 ആൻഡ് നമ്പർ 14. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, സ്കോർപ്പിയോ, ലിയോ, സെജിറ്റേറിയസ്, ടോറസ് ആൻഡ് അക്വേറിയസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. ചിലവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ റീകൺസിലേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.